നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മത്തിക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊരു പേസ്റ്റ് പോലെ ആക്കി മാറ്റി വെക്കാം. ചട്ടിയിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടയുന്നൊരു പരുവത്തിന് കിട്ടണം കേട്ടോ. അപ്പോൾ കറി നല്ലതുപോലെ കുറുകി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് മാറ്റി വെച്ച മുളകിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ആ വെള്ളവും കുടംപുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ മത്തി ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് ഇങ്ങനെ ഇടുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് കേട്ടോ, ഇതുപോലെ മീൻ മുഴുവനായിട്ട് ഇടുവാണെങ്കിൽ ഉപ്പും പുളി എരിവും ഒക്കെ പിടിക്കുമെന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വൈകുന്നേരം എടുക്കുവാണെങ്കിൽ എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് പിടിച്ചിട്ടുണ്ടാകും. അതല്ല തലേ ദിവസം ഇതുപോലെ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്താലും നല്ലതുപോലെ ഉപ്പും പുളി എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ കറി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ.